സബിത എവിടുന്ന് അയച്ചെന്നറിയോ? തിരുപ്പൂരിൽ നിന്നാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കാൻ അറിയാം, ആ, എഴുതാനൊന്നും അറിയില്ല. എഴുത്തൊക്കെ തമിഴിലാണ്. അപ്പം ഒരു അനുഭവം പറഞ്ഞിട്ട് അപ്പം നമുക്ക് കേട്ടാലോ? എനിക്കൊരു അനുഭവം പറയാനാണ് കേട്ടോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം സാർ. തീർച്ചയായിട്ടും വായിക്കണം സാർ. ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. കൂടെ വരാൻ ആരും ഇല്ല കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കണ്ണനെ പറ്റുകയാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പോയി ക്യൂ നിന്ന് അമ്പലത്തിൽ പ്രവേശിക്കാൻ സമ്മതിക്കണേ. അങ്ങനെ കണ്ണൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് മുമ്പ് തൊഴുതു പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നേ. എൻ്റെ തൊട്ട മുന്നിൽ ഉള്ള ആള് എന്നെ പിടിച്ചു നിർത്തി തൊഴുതിച്ചു കേട്ടോ. നന്നായിട്ട് തൊഴുതോളൂ എന്ന് പറഞ്ഞു. എനിക്ക് കണ്ണ് നിറഞ്ഞു കേട്ടോ. നന്നായി തൊഴുതു. പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുതു തിരിയുമ്പോൾ അതേ ആള് എൻ്റെ കയ്യിൽ 2 കദളിപ്പഴവും ഒരു വരാഹിയുടെ ഫോട്ടോയും ചെറിയ ഫോട്ടോയും തന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അദ്ദേഹം പോയിട്ടോ. അദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, എന്നെ സഹായിക്കാൻ വന്നത് എൻ്റെ പൊന്നുണ്ണി കണ്ണനല്ലാതെ മറ്റാരാണ്? എത്രയോ ദൂരത്തുനിന്ന് വന്ന ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞിരുന്നില്ലേ? എന്താ കഥ? തിരുപ്പൂരിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു അനുഭവം വന്നു. നമ്മളത് പറയാണ്. എല്ലാവരും സന്തോഷമാവെന്ന് വിചാരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവുക. കുറച്ച് ആളുകൾക്ക് കൂടെ മെയിൻ ഗ്രൂപ്പിൽ പ്രവേശനം ഉണ്ടാവും. വേഗം ക്ലോസ് ആവും. പിന്നെ ഉച്ചപൂജാലങ്കാരത്തിനായിട്ട് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പും ഉണ്ട്. ഹരേ കൃഷ്ണ.